സ്വാഗതം. സിദ്ദീഖ് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ് ഗൈസ്. പുള്ളിക്കെതിരെ പലരും ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദീഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. എന്ത് പറ്റി രമണ? എന്തായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാതെ. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. പോയോ? ഒരു ഉമ്മ പോ. ഞാൻ തന്നാ മതിയോ? അതുകൊണ്ട് ദാഹം തീരുവോ? ഗുലാബ് ജാമേ. ഇക്കായ്ക്ക് എത്ര റീൽസ് വേണം? അത് ഉത്തരം പറ. അത് ഇങ്ങോട്ട് നോക്കി. ഹായ് മോളെ, ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണിത്. പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല. പിന്നെന്തിനാ അവരോട് ചോദിക്കണേ? ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈനാ മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനുമില്ലേ ക്രിമികടി. നമ്മൾ ആദ്യം വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്. ഇപ്പൊ നന്നായി കാണുന്നത്. എവിടുന്ന് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പിടിച്ചേക്കുന്നത്. എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരണേ, എന്നിട്ട് റീൽസ് അയച്ചു കൊടുക്കുമ്പോ അതിനകത്തൂടെ പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. എന്റെ അടിയിൽ എന്താടോ നന്നാവാത്ത അടിയിലൊക്കെ പുള്ളിക്കാരത്തെ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതോടെ ഒന്ന് കേട്ടു നോക്കാം. ദാറ്റ് ഫേമസ് ആക്ടർ വൺ ആസ്ക് മീ, നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. അപ്പോൾ തന്നെ അതൊരു നെഗറ്റീവ് ആയി പഠിച്ചു. ഐ സെഡ് ഫിലിമിൽ ആക്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സ്ലോലി ഞാൻ റിപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കി. പുള്ളിക്കാരത്തേക്ക് തന്നെ ഇയാളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് എന്തോ നൈസായിട്ടൊരു റോങ് അടിച്ച്. മോളെ വിളിയെ പറ്റി നമ്മുടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണം അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ ഈ മോളെ വിളി കൊണ്ട് പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കണ്ട പുള്ളി എല്ലാരെയും ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.